മോനെ, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകനായി തീർന്ന, ശുശ്രൂഷകയായി തീർന്ന നിന്റെ ജീവിതത്തോടും ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ പൂർത്തിയാക്കും. ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നോളം ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഒരു വിധത്തിലും ശുശ്രൂഷ ചെയ്യാത്തവരുണ്ടാകും. തമ്പുരാന് വേണ്ടി എല്ലാം സ്വന്തം കാര്യം നടക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച് ദൈവത്തെ സമീപിച്ചവരുണ്ടാകും. അത് മാറ്റിവെച്ചിട്ട് എന്ത് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള ആലോചന ഉപേക്ഷിച്ചിട്ട് എനിക്ക് എന്റെ ദൈവത്തിന് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ ആരംഭിക്കും. അവിടെയാണ് ശുശ്രൂഷകർ ആരംഭിക്കുന്നത്. ഇന്നോളം ദൈവത്തിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് അത് മാറ്റിവെച്ചിട്ട് എന്റെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക. സ്വയം ജീവിതം മുറിച്ചു തന്ന കർത്താവിന് വേണ്ടി എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? അങ്ങനെ ഒരു ആഗ്രഹം എടുത്ത് ആ തീരുമാനം കർത്താവ് ഉറപ്പിക്കട്ടെ. യേശുവോടുള്ള സ്നേഹം ഞങ്ങളെ കൊണ്ട് ഉത്തേജിപ്പിക്കും, ബലപ്പെടുത്തുകയാണ്. എന്താ, വഴിയോരങ്ങളിൽ ഇങ്ങനെ വ്രണം, ഇങ്ങനെ അതുപോലെ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളിൽ നിന്നും ജീവിതങ്ങളെ കോരിയെടുത്ത് ചേർത്ത് പിടിച്ച് ചുംബിക്കാനുള്ള ഒരു കരുത്ത്, അത് സുവിശേഷത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മൾ ഉത്തേജിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആ പ്രാർത്ഥനയോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എന്തു നൽകും ഞാനിനി, ആമേൻ. ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനാ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തോ നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനാ. പകരം എന്തോ നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു നാഥനാ. മൊഴിയിൽ കേട്ടു രക്ഷതൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിന്നിമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷതൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിന്നിമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ.